പ്രിൻസിപ്പൽ എന്ന നിലയിൽ നിങ്ങൾ എല്ലാ ടീച്ചേഴ്സിനെയും ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ടീച്ചറെ, പോഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് തീരാൻ കിടക്കുക. ഈ സമയമില്ലാത്ത സമയത്ത് ടീച്ചർ എന്തിനാ ഇപ്പൊ ഈ മീറ്റിംഗ് വിളിച്ചത്? എന്തോ പോഷൻ തീർന്നില്ലായിരുന്നു. സാറ് ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള ക്ലാസ്സിൽ കയറിട്ട് തന്നെ 3 മാസമായി. സാർ അത് ആലോചിക്കണം കേട്ടോ. അത് കഴിഞ്ഞ ആഴ്ച മൊത്തം ഞാൻ കലോത്സവത്തിലുണ്ടായിരുന്നു. അപ്പൊ അതിനു മുമ്പ് ക്രിക്കറ്റ് സ്പോർട്സ് ഉണ്ട്. അപ്പൊ അതിനു മുമ്പല്ലേ നമ്മൾ ആ സയൻസ് വേളയ്ക്ക് പോയത്, പിള്ളേർക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഓർമ്മയില്ല? സാറെ സ്കൂള് തുറന്ന് സാറ് ക്ലാസ്സിൽ കയറിയിട്ട് ആ പുസ്തകത്തിന്റെ ആദ്യ വരി മാത്രമേ സാറ് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അത് സാർ ആലോചിക്കണം. പിള്ളേരെ പഠിപ്പിച്ച് മാർക്ക് മേടിക്കാതെ ഗ്രേസ് മാർക്ക് എടുത്തിട്ട് എന്തോ ചെയ്യാനാ? താൻ ക്ലാസ്സിൽ കയറാതെ എക്സ്ട്രാ ക്ലാസ് മാത്രം എടുത്ത് പഠിപ്പിക്കുന്ന താനാണോ എന്നോട് ഇത് പറയാൻ പറ്റും? എന്റെ സമയങ്ങളെ ഞാൻ പിള്ളേരെ എക്സ്ട്രാ ക്ലാസ്സിന് പഠിപ്പിക്കുന്നത് അറിയാവോ? അല്ലാതെ ശ്രീകല ടീച്ചറിനെ കാണാനുള്ള വെമ്പല് കൊണ്ടല്ലേ? പോയിട്ട് എന്തോ ഞാൻ വെക്കുന്ന സമയം തന്നെ ടീച്ചർ എക്സ്ട്രാ ക്ലാസ് വെക്കുക. വാട്ട് എ കോയിൻസിഡൻസ്. നിങ്ങൾ ഈ രണ്ടും കാണിച്ചു കൂട്ടുന്നതിന് പിള്ളേരുടെ അടുത്തും രക്ഷകർത്താക്കളുടെ അടുത്തും ഉത്തരം പറയേണ്ടത് ഞാനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത് അടുത്ത ആഴ്ച പേരന്റ്സ് മീറ്റിംഗ്. മൊത്തം കംപ്ലൈന്റ്. എന്തോരം കംപ്ലൈന്റ് വരുന്നത് അറിയാവോ? അടുത്ത ആഴ്ച പേരന്റ്സ് മീറ്റിംഗ് നമ്മളെ നടത്തി പൊരിക്കാൻ വരും അറിയാവോ? ടീച്ചറെ, അടുത്ത ആഴ്ച നമ്മള് കാണത്തില്ല. കാരണം നമ്മളെ നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ട്. നമ്മുടെ വീട്ടിൽ വെച്ചാ പ്ലാൻ ചെയ്തേക്കുന്നത്. അതെന്തായാലും ഒക്കെ നന്നായി. സാറിന്റെ ക്ലാസ്സിലെ പേരന്റ്സ് മീറ്റിംഗ് സാറിന്റെ വീട്ടിൽ വെച്ചാ. പിള്ളേര് കൃത്യസമയത്ത് വരുന്നില്ലെന്ന് പറഞ്ഞ് വെളിയിറത്തുന്ന സാറാ. സാറ് കൃത്യസമയത്താണ് വരുന്നത്. സാറിന്റെ ആരും കാണാതുള്ള ട്യൂഷൻ പരിപാടി ഉണ്ടല്ലോ, അത് കംപ്ലൈന്റ് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും പണി കിട്ടിയ ഞാനങ്ങും കൂടെ വരുന്നില്ല കേട്ടോ. ടീച്ചറേ, കൂടെ വരാനേ ഞാൻ ആവശ്യത്തിനല്ല പോന്നേ, ട്യൂഷൻ പഠിപ്പിക്കാന്. അത് കൊറേ ടീച്ചർമാരെ റിപ്പബ്ലിക് ഡേക്ക് സാരി മേടിക്കാനായിട്ട് കടയിൽ പോയത്. പുരുഷന്മാരുണ്ടായിരുന്നല്ലോ വേറെ. അവരൊക്കെ എങ്ങും ഇല്ലാത്ത ഒരു വെറൈറ്റി മുണ്ട് മേടിക്കാൻ പോയേക്കുക. വെറൈറ്റി കളറുള്ള. അതേത് കളറ്? അല്ല, വെറൈറ്റി കളറായ വെള്ള. അതെന്തായാലും അങ്ങ് നന്നായി. പഠിത്തം നടക്കുന്നില്ലെങ്കിലും ഈ വക കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് നടക്കുന്നുണ്ടെന്ന് വളരെ സന്തോഷം കേട്ടോ. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. ഈ സ്കൂളിന്റെ 50ാമത്തെ വാർഷികത്തിന് കളക്ടർ ഉൾപ്പെടെ ഇവിടെ വന്നപ്പോ നിങ്ങൾ ഏതമ്പലത്തിലാ പോയത്? അതിപ്പോ ഞാൻ എന്തോ ചെയ്യാനാ? ഞാൻ അതിനു മുമ്പേ വഴിപാട് പറഞ്ഞതാ. എനിക്ക് പോയിരിക്കാൻ പറ്റുമോ? ടീച്ചറെ അടങ്ങ്. അത് പിള്ളേരല്ല, സാറാ. അതാണൊരു മണ്ടന്. ഞാൻ PT സാറാ, ഞാനിതൊക്കെ ചെയ്യും. സാറ് PT സാറല്ലേ? പിന്നെ ട്യൂഷനൊക്കെ എടുക്കുമെന്ന് പറയും. അത് പിന്നെ വീഡിയോ എടുക്കുമ്പോ അവന്റെ അടുത്ത് കൃത്യമായിട്ട് ഡയലോഗ് പറഞ്ഞു കൊടുക്കണം. പേരൻസ് നമ്മളെ കൊന്നു തിന്നാനാണ് വരുന്നത്. അവരെ ഏത് വിധേനയും നമ്മൾ ശാന്തരാക്കണം. ഓക്കെ, വരുന്നവരുടെ വായിലേക്ക് ഓരോരോ പഴം കയറ്റി വെച്ചാലോ? അയ്യോ, അത് പിന്നെ പറയാനുണ്ടോ? ഇരിപ്പുണ്ടല്ലോ 3 പഴങ്ങള്. കിഴങ്ങുണ്ടല്ലോ. ഒരു തലയ്ക്ക് നമുക്ക് ഒരു 500 രൂപയും ബിരിയാണിയും കൊടുത്താലോ? ഇവിടെ പാർട്ടിക്കാരുടെ പദയാത്ര നടക്കുമല്ല, എടുത്തു കൊടുക്കാൻ. നമ്മൾ എങ്ങനെ നേരിടണം ടീച്ചർ? പേരൻസിനും നമ്മുടെ ഇടയിലും ഒരു പാലമുണ്ട്. അല്ല, ആറാട്ടുപാലം. ഓ മണ്ടന്മാര്, നമുക്കും പേരൻസിനും ഇടയിലുള്ള പാലം ഏതാ പറയുന്നത്? എന്തും വൃത്തമൊക്കെ പറയുന്നല്ലേ ഞാൻ കണ്ടുപിടിച്ചത്. എടോ കണക്ക് മാഷേ, താൻ ആരെയാ പഠിപ്പിക്കുന്നേ? ടീച്ചറെ, എനിക്കൊരു 10 ദിവസത്തെ ലീവ് വേണം. ഞാൻ ഉത്തരം പറയാം. തന്റെ 16 വന്നിട്ട് പറഞ്ഞു തന്നാ മതി. എടോ സ്റ്റുഡൻസ്, അവരാണ് നമ്മുടെ പാലം. ആ ക്രിമികൾ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പേരൻസ് നമ്മുടെ മെക്കെട്ട് കയറാൻ വരുന്നത്. അതുകൊണ്ട് പിള്ളേരെ നമ്മൾ ആദ്യം കയ്യിലെടുക്കണം. ഒരു തലയ്ക്ക് 400 രൂപ ഒരു ബിരിയാണി കൊടുത്താലോ? ഇതിനും വേണ്ടി ബിരിയാണിയോടെ കിടന്ന് ഏടെ ബിരിയാണി ഇതുവരെ ചീഞ്ഞില്ലോടോ? എക്സ്ക്യൂസ് മീ ടീച്ചർ. എന്താണ് ബിരിയാണി കിടക്കുന്നത്? ഇതാരാ? അഖിലു മോനോ? നീ വന്നേ. കൊച്ചിനെ അറിയാമോ? നിങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ പയ്യനെ അറിയത്തില്ലയോ? മോൻ എന്തിനാ ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വന്നേ? അല്ല, മീറ്റിംഗ് നടക്കില്ലയോ? എത്ര ചായ വേണം, കടി വേണം എന്നറിയാമെന്ന്. അയ്യോ, എന്റെ കുഞ്ഞെ, മോനാണോ ഈ ചായയൊക്കെ കൊണ്ടുവരുന്നത്? എന്നാ ടീച്ചറുണ്ടോ? മോൻ എന്തായാലും വന്നല്ലേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. കഴിയുമോ? എനിക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. എന്തിന്? നിനക്ക് എന്തോ എന്റെ ട്രെയിനിങ് ആടാ. ആകെ നിനക്ക് ഒരൊറ്റ സിലബസ് അല്ലേ ഉള്ളൂ? അറ്റൻഷൻ സ്റ്റാൻഡിറ്റി. ഈ വർഷത്തെ സ്കൂൾ ടൂർ നമ്മൾ ഗോവയിലേക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞെട്ടില്ലയോ? അതും തികച്ചും ഫ്രീ ആയിട്ടാണ്. ഞെട്ടിയോ? അതുകൂടാതെ നമ്മൾ പമ്പിലും പോകുന്നുണ്ട്. അല്ല, പപ്പു. ഈ വട്ടത്തെ SSLC പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുമ്പ് എല്ലാ
കഴിച്ച ഉറക്കം വരത്തില്ലേ? പഷ്പമുണ്ട്. ഈ കോപ്പി വെക്കാനും അത് എഴുതാനുള്ള വഴിയുണ്ടോ? അത് പരിഗണനയിലുണ്ട്. എത്ര തവണ എഴുതാൻ പറ്റും? സ്കോഡ് പിടിക്കുന്നിടം വരെ. ഞാൻ ബിരിയാണി പറയുമ്പോ തള്ളക്ക് സോക്കേട്. ഇപ്പൊ അതിന്റെ അകത്ത് കൂടിയ സാധനം എടുത്തേക്കുന്നത് മട്ടൻ ബിരിയാണി. ഈ മഹിഷ്മതി രാജ്യം തകർക്കാൻ വരുന്ന കാലകേനെ എന്ത് വില കൊടുത്തും നമ്മൾ നേരിടണം. ഫൽവാൻ ദേവന് കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായി രാജമാത. ഈ ബാഹുബലിയുടെ കഥയൊക്കെ എന്തു പറയുന്നത്? നമ്മൾ ടൂറിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേ റാമേജി റാവു ഫിലിം സിറ്റി ചെന്നിട്ട് നമ്മൾ ബാഹുബലിയുടെ സെറ്റൂടെ കണ്ടിട്ട് വരുമെന്നാ പറയുന്നത്. മാസമല്ലയോ സാറ് മറ്റേ പിള്ളേരെ കൊണ്ട് കണക്ക് പേരിനെങ്ങാണ്ട് പോണോന്ന് പറഞ്ഞു. ഗോവയ്ക്ക് പോകുന്ന വഴിയാണല്ലോ ചെന്നൈ. അപ്പൊ ആ പോകുന്ന വഴി നമുക്ക് ആ മാക്സ് ഫെയർ ഉണ്ടല്ലോ അതങ്ങ് ക്ലിയർ ചെയ്യാം. ശരിയാ, പോന്ന് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഇട്ടാണ് പിള്ളേരെ അങ്ങോട്ട് ഇറക്കായിരുന്നു PT പഠിപ്പിക്കാൻ. അവിടെ ആണെങ്കിലോ നല്ല കാറ്റാടിപ്പാടമുണ്ട്. അവിടെ പോയി എന്നാ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം കൂടെ ഉണ്ട്. വല്ല അനാഥാനം അതല്ല, അടുത്ത ആഴ്ചയാണ് നമ്മുടെ പേരൻസ് മീറ്റിംഗ്. അതിന്റെ അടുത്ത ആഴ്ചയാണ് നമ്മൾ ഗോവയ്ക്ക് ട്രിപ്പ് പോകുന്നത്. നീ പറയുന്നതൊക്കെ സത്യമാണോ? എടാ സത്യമാ, ഗോവയ്ക്ക് പോകുന്നുണ്ട്. ഞാനിന്ന് യൂണിഫോം ഇട്ടോണ്ടല്ലോ വന്നത്. അവരെന്നെ പുറത്താക്കി. അപ്പൊ അച്ഛൻ അവനെ ചീത്ത വിളിക്കാൻ വേണ്ടി വരും. ഞാൻ വീട്ടിൽ ഫോൺ വിളിച്ച് പറഞ്ഞ് എന്നെ പുറത്താക്കിയെന്ന്. വരണ്ടാന്ന് ഇപ്പൊ വിളിച്ച് പറയാം, കുഴപ്പമില്ല. ഗോവയ്ക്ക് പോകുന്നില്ലേ, അപ്പൊ ടീച്ചറിനെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. നീ സത്യമല്ലേ പറയുന്നേ? പ്രിൻസിപ്പൾ ഒരു തങ്ക പാമ്പ് പിടിച്ച സ്ത്രീ. അച്ഛൻ വന്ന് പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ടാൽ മാത്രം മതി. ശരി, ഞാനിപ്പം എന്തോ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, അവിടെ ചെല്ലുന്നു, പ്രോഗ്രസ് കാർഡ് ഒപ്പിടുന്നു. എന്നിട്ട് പറയാണ് സാറിൻ്റെ പഠിപ്പീര് കൊള്ളാം, പ്രിൻസിപ്പാൾ അടിപൊളിയാണ്, സ്കൂൾ അടിപൊളിയാണ്. എപ്പോഴും ഞാൻ വന്ന് പറയാറുണ്ട്. നല്ല സാറുമാരെ പോർഷൻ എല്ലാം തീർക്കും, എല്ലാം അങ്ങനെ 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 ടീച്ചറിനെ എല്ലാവരും നല്ല പൊക്കി അങ്ങ് അടിക്കണം. എന്റെ പൊന്നി സാറേ, സാറിനെ പറ്റി ഇവനെ 1000 നാക്ക അല്ല 100 നാക്ക. പഠിപ്പീഴും പിഴപ്പില്ല കളിപ്പീഴും അങ്ങനെ പല പല കാര്യങ്ങൾ. എന്നെ പറ്റി തന്നെ ആണോ പറഞ്ഞേ? സാറിനെ പറ്റി തന്നെ ഈ സോഡാക്കുപ്പി കണ്ണടയുടെ കാര്യം പറയാറുണ്ടായിരുന്നു. സാറിന് സംശയം ഉണ്ടെങ്കിൽ ആ ഗൂഗിൾ റിവ്യൂടെ നോക്ക്. അപ്പൊ ശരി സാറേ, കണ്ടതിൽ വലിയ സന്തോഷം. പോയിട്ടേ കുറച്ച് തിരക്കുണ്ട്. നല്ലപോലെ പഠിപ്പിക്കണം കേട്ടോ. ബൈ ബൈ, സീ യു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പോയിന്റ്. അതുകൊണ്ട് നമ്മൾ പേരൻസ് മീറ്റിംഗിൽ രക്ഷപ്പെട്ടില്ലയോ? ടീച്ചറിന്റെ ഒരു ഐഡിയ. ടീച്ചറെ, നമ്മള് ഫസ്റ്റ് നോർത്ത് ഗോവയിലാണോ സൗത്ത് ഗോവയിലാണോ പോകുന്നത്? ഗോവയോ? സംശയം തീർത്തു കൊടുത്തു. ഏത് ഗോവ? അറിയാവോ ഗോവ? ഈ ഗോപനെ അറിയാം. വാഷിംഗിലെ ഗോവൻ. അതാണ് ഗോവയെന്നില്ല, ഞങ്ങൾക്കറിയത്തില്ലേ. നിനക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിന്നെ നമ്മുടെ തിരുവനന്തപുരം സൂ കൊണ്ട് കാണിക്കാം. നിന്റെ മുഖം പോലും എടുത്തില്ല, അവിടെ ഇരിപ്പുണ്ട്. അയ്യോ, നല്ല